പലസ്തീനുമേൽ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശവും കടന്നുകയറ്റവും അന്താരാഷ്ട്ര സമൂഹം ഒരേ സ്വരത്തിൽ എതിർക്കുകയാണ്. ഇസ്രായേലിനൊപ്പം ഒരു സ്വതന്ത്ര പരമാധികാര പാലസ്തീൻ രാഷ്ട്രം കൂടി നിലവിൽ വരിക, നല്ല അയൽക്കാരായി മുന്നോട്ട് പരസ്പര സഹകരണത്തോടു കൂടി മുന്നോട്ട് പോവുക എന്നതാണ് സമാധാനം ആഗ്രഹിക്കുന്ന ബഹുഭൂരിപക്ഷവും ആഗ്രഹിക്കുന്നത്. പരസ്പരം അംഗീകരിച്ചും ആദരിച്ചും ഈ രണ്ട് രാജ്യവും സഹവർത്തിക്കണമെന്നാണ് ആശയം. എന്നാൽ ഇതിനെ അട്ടിമറിക്കുന്ന സമീപനമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. ഭാവിയിലെ പാലസ്തീൻ രാഷ്ട്രത്തിൻ്റെ ഭാഗമാകുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്ന ഗാസ മുനമ്പിനെ US ഏറ്റെടുക്കുമെന്നും അവിടം ഒരു ആഗോള സാമ്പത്തിക കേന്ദ്രമായി വികസിപ്പിക്കുമെന്നുമാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനൊപ്പം വാഷിംഗ്ടണിൽ പത്രസമ്മേളനത്തിലാണ് ട്രംപ് ഇത് തുറന്നു പറഞ്ഞത്. നെതന്യാഹു ഇതിനെ ഉടനടി സ്വാഗതവും ചെയ്തു. ഞങ്ങൾ ആ പ്രദേശം ഏറ്റെടുക്കുകയാണ്, അവിടെ വികസിപ്പിക്കുകയും അവിടെ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. മധ്യ പൗരസ്ത്യ ദേശത്തിനപ്പാടെ അഭിമാനമാകുന്ന വിധേയമാകും ഗാസയുടെ വികസനം, ട്രംപ് പറഞ്ഞു. ഗാസയുടെ ഉടമസ്ഥത ദീർഘകാലത്തേക്ക് ഏറ്റെടുക്കുമെന്നും അത് മധ്യ പൗരസ്ത്യ ദേശത്ത് സ്ഥിരത കൊണ്ടുവരുമെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു. ഗാസയിൽ US സൈന്യത്തെ ഇറക്കുമോ എന്ന മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ വേണ്ടതൊക്കെയോ അതെല്ലാം ചെയ്യും എന്നായിരുന്നു അതിനുള്ള മറുപടിയും. ഗാസയിലെ പലസ്തീൻ ജനതയെ അയൽരാജ്യങ്ങളായ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും മാറ്റി പാർപ്പിക്കാമെന്നാണ് ട്രംപ് പറയുന്നത്. സാമ്പത്തിക കേന്ദ്രമായി വികസിപ്പിച്ചു കഴിഞ്ഞാൽ ഗാസയിൽ പാർക്കുന്നത് ആരായിരിക്കുമെന്ന് ചോദിച്ചപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ളവർ എന്നാണ് അദ്ദേഹം അതിന് മറുപടി നൽകിയത്. മരണത്തിൻ്റെയും വിനാശത്തിൻ്റെയും പ്രതീകം എന്നാണ് പത്രസമ്മേളനത്തിൽ ട്രംപ് വർത്തമാനകാല ഗാസയെ വിശേഷിപ്പിച്ചത്. ദീർഘകാലമായി അതൊരു ഭാഗ്യം കെട്ട സ്ഥലമാണെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു. അതുപോലെ ട്രംപുമായി ചെങ്ങാത്തത്തിലായ മോഡിയും കൂട്ടരും പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അനധികൃത കുടിയേറ്റക്കാരെന്ന് ആരോപിച്ച് 104 ഇന്ത്യക്കാരെ US-ൽ നിന്ന് കഴിഞ്ഞ ദിവസം വിമാനം കയറ്റിവിട്ട് സംഭവം ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. US സൈന്യത്തിൻ്റെ ചരക്കു വിമാനത്തിൽ ബന്ധിതരാക്കിയാണ് ഇവരെ പഞ്ചാബിലെ അമൃത്സർ വിമാനത്താവളത്തിൽ എത്തിച്ചതെന്നാണ് ഉയരുന്ന ആരോപണം. കൈകാലുകൾ ബന്ധിച്ച് ഇവരെ വിമാനത്തിൽ കയറ്റുന്ന 24 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ US അതിർത്തി രക്ഷാ വിഭാഗം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇതേപ്പറ്റി പാർലമെന്റിൽ പ്രസ്താവന നടത്തിയ വിദേശകാര്യമന്ത്രി S ജയശങ്കർ സ്ത്രീകളെയും കുട്ടികളെയും ബന്ധിപ്പിച്ചിരുന്നില്ലെന്നാണ് US കുടിയേറ്റ വിഭാഗം അറിയിച്ചതെന്നാണ് പറഞ്ഞതിൽ ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ നിസ്സഹായതയാണ് ഇത് വ്യക്തമാക്കുന്നത്. അനധികൃത കുടിയേറ്റക്കാരെ യാത്രാവിമാനത്തിൽ മാന്യമായി കയറ്റി അയക്കുക എന്ന കീഴ്വഴക്കം US ലംഘിച്ചിട്ടും ശക്തമായി പ്രതികരിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. മനുഷ്യാവകാശങ്ങളുടെയും അന്താരാഷ്ട്ര ചട്ടങ്ങളുടെയും ലംഘനമാണ് US നടത്തിയെന്ന ആരോപണം കഴമ്പുള്ളതെങ്കിൽ ശക്തിയുക്ത പ്രതിഷേധം രേഖപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ അമാന്തിക്കുകയാണ്. ഇന്ത്യക്കാരുടെ ആത്മാഭിമാനത്തെ ഉലച്ച അമേരിക്കൻ നടപടിയെ കേന്ദ്ര സർക്കാർ ന്യായീകരിക്കുകയുമാണ്.